ഹേ ഗായ്സ്, ഇന്ന് സൺഡേ ആയിട്ട് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി ഒന്ന് വരുമ്പോഴത്തേനും ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ടു. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി ഇളക്കി. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇടേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇടണം. ഞാനിവിടെ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്, 2 കിലോ ചിക്കന്. സവാള ഇതുപോലെ ഭയങ്കര ചെറുതായിട്ടാട്ടോ അരിഞ്ഞേക്കുന്നത്. സവാള ഇതുപോലെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനൊപ്പം നന്നായി ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്നൊന്ന് സവാള വാടി കിട്ടും. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഇടാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. ഇതിന് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞ് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ സവാള മസാല എല്ലാം ചേർത്തൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അളവൊന്നും എടുത്തില്ല, ജസ്റ്റ് പാക്കറ്റിൽ ഉള്ളതങ്ങ് ഇടുകയാണ് ചെയ്തത്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അങ്ങനെ ചിക്കൻ മസാലയും ഇട്ട് കഴിഞ്ഞ് നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ ഞാൻ ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും ചേർത്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അത് ആ മസാല ചിക്കനിലേക്ക് പിടിപ്പിക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചത്. അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഉപ്പ് കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. അതൊക്കെ കഴിഞ്ഞ് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴത്തേനും ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടോ, ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ചിക്കൻ കറി വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ ലൈക്കും ചെയ്യണം. താങ്ക്